നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കണ്ടും കേട്ടും അനുഭവിച്ചും ധാരാളം ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിലെത്തുന്നുണ്ട്. ഇതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. 80% ഇൻഫർമേഷൻസ് എന്തായിരിക്കും? നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. എന്താണ് മനസ്സ്? ഒരു കൂട്ടം ആശയങ്ങളും ഒരു കൂട്ടം കാര്യങ്ങളും ഒരു കൂട്ടം ചിന്തകളും ഒരു കൂട്ടം ആറ്റിറ്റ്യൂഡും എല്ലാം നിറഞ്ഞൊരു വലിയൊരു സാഗരമാണ് നമ്മുടെ മനസ്സ്, അല്ലേ? അതിൽ പല പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകളാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ദിവസം തന്നെ 7000 മുതൽ 8000 വരെ ചിന്തകൾ മനസ്സിലൂടെ കടത്തി വിടുന്നുണ്ട് എന്നാണ് പഠനം. അപ്പോൾ ഇതിൽ പോസിറ്റീവായ കാര്യങ്ങൾ എത്ര ഉണ്ടാവും? മിക്കതും നെഗറ്റീവായതേ ഉണ്ടാവുകയുള്ളൂ. 80%. ബാക്കി 20% പോസിറ്റീവായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണല്ലേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക? അതിന് മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യണം. ഈ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് റീപ്രോഗ്രാമിങ് ചെയ്യുക? അതായത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെയാണ്. മനസ്സിൻ്റെ 2 തലങ്ങളെക്കുറിച്ച്, കോൺഷ്യസും സബ് കോൺഷ്യസും. നിങ്ങൾക്കൊക്കെ അറിയാം, ബോധമനസ്സും ഉപബോധ മനസ്സും. ഇതാണ് മനസ്സിൻ്റെ 2 തലങ്ങൾ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിനു മുൻപേ പ്രോഗ്രാം ചെയ്യപ്പെട്ടവയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനു മുൻപേ നിങ്ങൾ സബ് കോൺഷ്യസിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അത്ര മിടുക്കനല്ല, എനിക്ക് എന്നൊന്നും കഴിവില്ല, അല്ലെങ്കിൽ പരാജയം വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, എനിക്കിതൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മൾ കൊടുക്കുമ്പോൾ, ആവർത്തിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡേയും അത് അസസ് ചെയ്യും. പിന്നീട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആവർത്തിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കരുതെന്ന് പറയേണ്ട കാര്യം. നിങ്ങൾക്കൊരു പക്ഷേ ഈ നെഗറ്റീവ് തോട്ട്സുകൾ വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ പേരൻസിൽ നിന്നായിരിക്കാം, ടീച്ചേഴ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം. അതെന്തും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന നെഗറ്റീവ് കമൻസുകളെല്ലാം നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിക്കും, നീ അത്ര പോരാ, നീ മിടുക്കനല്ല, നിനക്കിതൊന്നും ജയിക്കാൻ സാധിക്കില്ല, നിനക്കതൊന്നും വിധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ ഊന്നി പറയുമ്പോൾ നമുക്ക് പരാജയം ഏൽക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ചിന്ത എന്താ വരിക? ശരിയാണ്, ആ വ്യക്തി പറഞ്ഞത് എത്ര ശരിയാണ്, എനിക്കിതിനൊന്നും കഴിവില്ല. അപ്പോൾ നമ്മുടെ ചിന്ത എങ്ങോട്ട് പോയി? സബ് കോൺഷ്യസ് മൈൻഡ് എന്താ അസസ് ചെയ്യുന്നത്? ഇവനെ കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത ശക്തമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്യും. നമ്മുടെ ഫീലിങ്സും അതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ഇമോഷൻ ബാഡായിരിക്കും ആ സമയത്ത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ നമുക്ക് സക്സസ് ആവാൻ സാധിക്കുകയില്ല. അപ്പോൾ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതിന് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യണം. നമ്മുടെ ബ്രെയിനിൽ റാസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഫിൽറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് അതെല്ലാം നടക്കുന്നൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ റാസ് വിചാരിക്കും ഇത് ഈ വ്യക്തിക്ക് ആവശ്യമുള്ളതാണ്. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ഈ വ്യക്തിക്ക് ഇത് ദോഷം ചെയ്യുന്നവയാണ്. അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്ന കാര്യം നടക്കണ്ട, അല്ലെങ്കിൽ അത് അസസ് ചെയ്യണ്ടെന്നൊന്നും റാസിനറിയില്ല. റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ത് ചെയ്യും? ആദ്യമേ ഞാൻ പറഞ്ഞു അത് ഫിൽറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ
നല്ലൊരു പോസിറ്റീവ് കാര്യം ചിന്തിച്ചു. അപ്പോൾ അത് മാനിഫെസ്റ്റ് ആവുമോ എന്നതിലല്ല അവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മളത് ആ ഒരു കാര്യം ചിന്തിച്ച ശേഷം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ചിന്തിച്ച ആ പോസിറ്റീവ് കാര്യത്തിനോട് വാല്യൂ ഇല്ല. പകരം ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യം ബ്രെയിൻ എന്ത് ചെയ്യും? അസസ് ചെയ്യാൻ തുടങ്ങും, ഈ റെക്ടിക്കുലർ ആക്ടിവിറ്റി ഫോം ചെയ്യാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് കാലമായി നിങ്ങൾ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ കാറിൻ്റെ കളറ് പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പതിച്ചു വെച്ചിരിക്കുക. റെഡ് കളറോ കാറ്, ഇന്ന കമ്പനിയുടെ, അതായത് ഇത്ര സീറ്റുള്ള ആ കാറ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിത്രം കൊടുത്തു കഴിഞ്ഞു. നിരന്തരം നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നറിയാമോ? നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഈ കാറായിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്ന് വിടുക. ഇതിനു മുന്നേയും ആ കാറുകൾ ഇത് കൂടെ പോയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മുടെ മൈൻഡിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ? ആ കാറിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം സബ് കോൺഷ്യസ് മൈൻഡ് അസസ് ചെയ്യുകയും അത് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. ആദ്യം ചെയ്യേണ്ട അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം, അതിനാദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അതിനനുസരിച്ച് ആ ചിന്തകൾ നിരന്തരം ആവർത്തിച്ച് മനസ്സിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്താലോ, അതിനാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് ആത്മകഥകൾ എന്നൊക്കെ പറയും, ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എന്നൊക്കെ പറയും. നമ്മൾ ആവർത്തിച്ച് പറയുന്ന പോസിറ്റീവ് വാക്യങ്ങൾ മനഃപൂർവ്വം. കാരണം ആവർത്തിച്ച് നമ്മളിത് പറയുമ്പോൾ നമ്മൾ ചിന്ത ആവർത്തനത്തിലേക്ക് പോകും. സോ സബ് കോൺഷ്യസ് മൈൻഡ് അത് അസസ് ചെയ്യുകയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. പകരം പോസിറ്റീവായ കാര്യങ്ങൾ മനഃപൂർവ്വം ചിന്തിക്കുക. കുറച്ച് നേരത്തേക്ക് ആ ഇമോഷൻ മനസ്സിൽ വെച്ചാൽ മതി. അതപ്പം തന്നെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ഏർപ്പെടുക. നമ്മളെപ്പോഴും ബോധമുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സന്തോഷിക്കുന്ന, അതായത് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വിദ്യ ചെയ്യാം. നല്ല സന്തോഷമുള്ള പാട്ടുകളൊക്കെ വെക്കുക. നല്ല അടിപൊളി സോങ്ങൊക്കെ കേൾക്കുമ്പോൾ സങ്കടം പെട്ടെന്ന് പോകുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ കരയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് കരയാം. അത് തീരട്ടെ. അത് കഴിഞ്ഞ് മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യണം. നിരന്തരം പറയുന്ന അഫർമേഷനിലൂടെ ദീസ് ടു ഷാൾ പാസ്റ്റ്, ഈ സമയവും കടന്നു പോകും എന്ന അഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാം. ദീസ് ടു ഷാൾ പാസ്റ്റ്, അത് എഴുതി ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാം. ദീസ് ടു ഷാൾ പാസ്റ്റ്, ഈ സമയവും കടന്നു പോകും. കാരണം എല്ലാ കാലവും ഇങ്ങനെ ദുഃഖത്തിൽ ഇരിക്കാനല്ല നമുക്ക് യോഗമുള്ളത്, നമുക്ക് സന്തോഷിക്കാനും ഉള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, ചില പ്രാർത്ഥനാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുവേൻ, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുവേൻ. അങ്ങനെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കരച്ചലിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തു എന്നല്ലാതെ ലൈഫിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം പ്രസാദിക്കണമെങ്കിൽ പ്രാർത്ഥനാ രീതികളിലും കുറച്ച് മാറ്റം വരുത്തണം. ദൈവത്തിന് ആഗ്രഹം എന്താണ്? നമ്മൾ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കാൻ തന്നെയാണ് പ്രപഞ്ചത്തിന് ആഗ്രഹം. നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കൊള്ളട്ടെ. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ചില കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടാവും അല്ലേ? കരഞ്ഞു പ്രാർത്ഥിക്കുവിൻ, കരച്ചിൽ ആ ഇതിൽ വരുന്ന സമയത്ത്, അതായത് പാത്രം നിറയെ കണ്ണീര് വരുന്ന സമയത്ത് ദൈവം അവിടെ അത്ഭുതം ചെയ്യുമെന്നൊക്കെ. പക്ഷേ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് എന്താണ്? കരയുന്തോറും നെഗറ്റീവ് കൂടുകയാണ് ചെയ്യുക. ഒരിക്കലും കരഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുക. എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ, അത്ഭുതങ്ങൾ സംഭവിക്കും ലൈഫിൽ. കിട്ടിയതെല്ലാത്തിനും നമുക്ക് ഇന്ന് നമ്മളുടെ ലൈഫിൽ ഈശ്വരൻ തന്ന അനുഗ്രഹിച്ച എല്ലാറ്റിനും ഹൃദയത്തിൽ തൊട്ട് നന്ദി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം നിറയുന്നത് കാണാൻ പറ്റും. സമൃദ്ധി, സമ്പത്ത് എല്ലാം നിറയും. അപ്പോൾ അതാണ് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുക. എന്നും നന്ദിയോടെ ഇരിക്കുക.
നന്ദി പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക, സ്വയം വിശ്വസിക്കുക. എനിക്ക് മാറാൻ കഴിയും, ഞാൻ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ചേഞ്ച് വേണം എന്ന് കരുതുമ്പോൾ ഒരിക്കലും മനസ്സത് ഏറ്റെടുക്കില്ല. പക്ഷെ അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.